തെരഞ്ഞെടുപ്പുകളെ വളരെ ഗൗരവതരമായി കണ്ടുശീലിച്ച മലയാളികളെ മൊത്തത്തിൽ ആക്ഷേപിക്കും വിധമാണ് 2020യും NDAയും നടത്തിയ പുതിയ ചില പരീക്ഷണങ്ങൾ. സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും സാധാരണ തൊഴിലാളികൾക്കുമൊക്കെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാനും വോട്ട് ചെയ്യുവാനുമുള്ള എല്ലാ അവകാശങ്ങളെയും നമ്മൾ ബഹുമാനിക്കുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തയ്യാറായി വരുന്ന വ്യക്തിക്ക് തനിക്ക് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരില്ല എന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത സ്വഭാവമുള്ളവരെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുവാൻ ഒരുക്കി ഇറക്കുന്ന 2020യുടെ രാഷ്ട്രീയം യഥാർത്ഥത്തിൽ കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയ ലോകത്തിനുമുള്ള ചില വെല്ലുവിളികളാണ്. നോക്കൂ, എന്ത് കുറ്റം പറഞ്ഞാലും BJP ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടി തന്നെയാണ്. അവർ ഒരുപക്ഷെ രാഷ്ട്രീയ അജണ്ടകളിൽ വിഭാഗീയമായ മുദ്രാവാക്യങ്ങൾ ഉയർത്തുന്നത് സത്യമാകാം. പക്ഷേ അവരുടെ ഇടയിലും സാധാരണ പ്രവർത്തകർ സാധാരണ ജനങ്ങളുമായി ബന്ധപ്പെട്ടാണ് തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നതും പ്രവർത്തിക്കുന്നതും. അവരുടെ പോലും ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്യും വിധം ഈ സാധാരണ സാമൂഹ്യ പ്രശ്നങ്ങളിൽ ജീവിതത്തിൽ ഒരിക്കൽ പോലും എത്തി നോക്കിയിട്ടില്ലാത്ത, എന്തിനേറെ പറയുന്നു, തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചെയ്തുവോ എന്ന് ചോദിച്ചാൽ അതിനു പോലും മറുപടി പറയാൻ കഴിയാത്ത ചില ആളുകളെ ഒരുക്കി 2020യുടെ മുതലാളി രംഗത്തിറക്കുമ്പോൾ ഇതാ അവർ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ച ഏകദേശം എല്ലാ സ്ഥാനാർത്ഥികൾക്കും സ്വന്തം മണ്ഡലത്തിൽ വോട്ടവകാശം പോലും ഇല്ല എന്ന് അവസാന നിമിഷം പറയേണ്ടി വന്നിരിക്കുന്നു. ഒരു മണ്ഡലത്തിൽ പരിപാടികളുടെ പ്രചരണാർത്ഥം സ്ഥാനാർത്ഥിയെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന റോഡ് ഷോ തുടങ്ങാനായി BJPയുടെ ഒരു പ്രധാന നേതാവിനെ വേദിയിൽ എത്തിച്ചപ്പോഴാണ് 2020 കണ്ടെത്തി കൊണ്ടുവന്ന സിനിമാ നടിക്ക് അവിടെ വോട്ടവകാശം ഇല്ല എന്ന് വ്യക്തമാക്കപ്പെടുന്നത്. ഇത്തരത്തിൽ ജനങ്ങളെ മൊത്തത്തിൽ വിഡ്ഢികളാക്കി മാറ്റുവാൻ 2020യുടെ മുതലാളി നടത്തുന്ന പരീക്ഷണങ്ങൾക്ക് NDA കൂട്ടുനിൽക്കുമ്പോൾ NDAയുടെ ജനാധിപത്യ പരീക്ഷണങ്ങൾക്ക് തന്നെയാണ് ഇത് കരിനിഴൽ വീഴ്ത്തുന്നത്.